ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ബാറ്ററി ടെസ്റ്റിംഗ് നടത്തുന്നതിനുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ വ്യായാമത്തിന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഒരു ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ബാറ്ററി പരിശോധിക്കുക, ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും: ട്രെയിനീസ് ടൂൾ കിറ്റ്, ഹൈഡ്രോമീറ്റർ, വെഹിക്കിൾ, പെട്രോളിയം ജെല്ലി, ബാറ്ററി, ഡിസ്റ്റിൽഡ് വാട്ടർ. ബേസിക് ഡെഫിനിഷനുകളുമായി ഈ സെക്ഷൻ ആരംഭിക്കാം. ആദ്യം, ബാറ്ററി ഒന്നോ അതിലധികമോ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ ഉപകരണമാണ് ബാറ്ററി. അത് ഒരു ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ വറ്റിക്കാനും കഴിയും. ബാറ്ററികൾ സാധാരണയായി ബാഹ്യ ഇൻപുട്ടുകളിലേക്കും ഔട്ട്പുട്ടുകളിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒന്നിലധികം ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണമാണ്. ഈ ആശയം മനസ്സിലാക്കാൻ ആദ്യം ഒരു സെൽ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. 2 ഇലക്ട്രോഡുകളും ഒരു ഇലക്ട്രോലൈറ്റും അടങ്ങുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ ഉപകരണമാണ് സെൽ. ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ വോൾട്ടേജ് ഉണ്ടാക്കുന്നു. ബാറ്ററികളുടെ ക്ലാസിഫിക്കേഷൻ ചർച്ച ചെയ്യാം. ബാറ്ററികളെ 2 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അവ പ്രാഥമിക സെല്ലുകളും ദ്വിതീയ സെല്ലുകളുമാണ്. ആദ്യത്തേത് പ്രാഥമിക സെൽ ആണ്. പ്രാഥമിക സെല്ലുകൾ റീചാർജ് ചെയ്യാനാവാത്ത സെല്ലുകൾ അല്ലെങ്കിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സെല്ലുകളാണ്. ഡിസ്ചാർജ് സമയത്ത് സംഭവിക്കുന്ന രാസപ്രവർത്തനം മാറ്റാനാവാത്തതാണ്. വോൾട്ടായിക് സെൽ, കാർബൺ സിങ്ക് സെൽ, ആൽക്കലൈൻ സെൽ, മെർക്കുറി സെൽ, സിൽവർ ഓക്സൈഡ് സെൽ, ലിഥിയം സെൽ എന്നിവയാണ് വിവിധതരം പ്രാഥമിക സെല്ലുകൾ. അടുത്തത് ഒരു ദ്വിതീയ സെല്ലാണ്. ഈ ദ്വിതീയ കോശങ്ങൾ റീചാർജ് ചെയ്യാവുന്നവയാണ്. ഡിസ്ചാർജ് ചെയ്ത ബാറ്ററിയുടെ വിപരീത ദിശയിൽ ഇലക്ട്രിക് കറണ്ട് നൽകിക്കൊണ്ട് അവ റീചാർജ് ചെയ്യാൻ കഴിയും. ലെഡ് ആസിഡ് ബാറ്ററി. ഈ ബാറ്ററി ഇലക്ട്രിക് എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നതിനുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ ഉപകരണമാണ്. തിരിച്ചും കെമിക്കൽ എനർജിയുടെ രൂപത്തിൽ ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യുക എന്നതാണ് ബാറ്ററിയുടെ പ്രധാന ലക്ഷ്യം. എഞ്ചിൻ പ്രവർത്തിക്കാത്തപ്പോൾ വിവിധ ഇലക്ട്രിക്കൽ ആക്സസറികൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കറണ്ട് വിതരണം ഇത് നൽകുന്നു. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഡൈനാമോ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിൽ നിന്ന് ഇലക്ട്രിക് സപ്ലൈ ലഭിക്കുന്നു. ഇത് ഒരു അക്യുമുലേറ്റർ എന്നും സ്റ്റോറേജ് ബാറ്ററി എന്നും അറിയപ്പെടുന്നു. അടുത്തതായി ഹൈഡ്രോമീറ്ററിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റ് ലായനിയുടെ പ്രത്യേക ഗുരുത്വാകർഷണം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഇലക്ട്രോലൈറ്റ് ലായനിയുടെ സാന്ദ്രതയുടെ അളവുകോലല്ലാതെ മറ്റൊന്നുമല്ല. നിർദ്ദിഷ്ട ഗുരുത്വാകർഷണം അളക്കുന്നതിലൂടെ ബാറ്ററിയുടെ അവസ്ഥ നിർണ്ണയിക്കാൻ കഴിയും. അതായത് ബാറ്ററി സെല്ലുകൾ ചാർജ് കുറവാണോ അതോ തകരാറിലാണോ എന്ന്. കാറുകളിലും ബോട്ടുകളിലും മറ്റ് വാഹനങ്ങളിലും സാധാരണയായി ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികളിലാണ് ഹൈഡ്രോമീറ്ററുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഈ ബാറ്ററികൾ സൾഫ്യൂരിക് ആസിഡിൻ്റെയും ഡിസ്റ്റിൽഡ് വെള്ളത്തിൻ്റെയും ഇലക്ട്രോലൈറ്റ് ലായനിയിൽ മുക്കിയ ലെഡ് പ്ലേറ്റുകളാണ്. ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സൾഫ്യൂറിക് ആസിഡ് ലെഡ് പ്ലേറ്റുകളുമായി റിയാക്ട് ചെയ്ത് ലെഡ് സൾഫേറ്റും വെള്ളവും ഉത്പാദിപ്പിക്കുന്നു. ഇത് ഇലക്ട്രോലൈറ്റ് ലായനിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയ്ക്കുന്നു. ബാറ്ററി പരിശോധിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ബാറ്ററി ടെർമിനലുകൾ വൃത്തിയാക്കേണ്ടതുണ്ട്. ടെർമിനലുകൾ തുരുമ്പെടുത്താൽ ടെർമിനലുകൾ വൃത്തിയാക്കാൻ സാൻഡ് പേപ്പർ ഉപയോഗിക്കുക. ടെർമിനലിൽ സൾഫേറ്റ് ഉണ്ടെങ്കിൽ നനഞ്ഞ കോട്ടൺ മാലിന്യം ഉപയോഗിച്ച് ടെർമിനൽ വൃത്തിയാക്കും. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ടെസ്റ്റ് പരിശോധിക്കാം. ബാറ്ററി പരിശോധിക്കുന്നതിന് ആദ്യം നെഗറ്റീവ് ടെർമിനലിൻ്റെ നട്ട് നീക്കം ചെയ്യുക. തുടർന്ന് നെഗറ്റീവ് ടെർമിനൽ നീക്കം ചെയ്യുക. തുടർന്ന് അതേ രീതിയിൽ പോസിറ്റീവ് ടെർമിനലിൻ്റെ നട്ട് നീക്കം ചെയ്ത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വയർ ഡിസ്കണക്റ്റ് ചെയ്യുക. മൗണ്ടിംഗ് ക്ലാമ്പ് നട്ടിൻ്റെ സഹായത്തോടെയാണ് ബാറ്ററി വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ടെർമിനലുകൾ ഡിസ്കണക്റ്റ് ചെയ്താൽ മൗണ്ടിംഗ് ക്ലാമ്പ് നട്ട് അൺമൗണ്ട് ചെയ്യുക. വാഹനത്തിൽ നിന്ന് ബാറ്ററി നീക്കം ചെയ്യുക. അതുവഴി അത് നമുക്ക് നന്നായി വൃത്തിയാക്കാം. ടെസ്റ്റിംഗ് പ്രോസസ്സ് ആരംഭിക്കാൻ ബാറ്ററി മരം കൊണ്ടുള്ള പരന്ന വർക്ക് ബെഞ്ചിൽ സ്ഥാപിക്കുക. ഏതെങ്കിലും പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുൻപ് ക്വാളിറ്റി ജോലി ചെയ്യാൻ ഉൽപ്പന്നം ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക. അതിനാൽ ബാറ്ററിയുടെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കോട്ടൺ റഗ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. അടുത്തതായി ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ പരിശോധിക്കേണ്ടതുണ്ട്.
അതിനാൽ എല്ലാ വെൻറ്റ് പ്ലഗുകളും നീക്കം ചെയ്യുക. ഇപ്പോൾ ഹൈഡ്രോമീറ്റർ ലംബമായി സ്ഥാപിക്കുക. തുടർന്ന് വെൻറ്റ് പ്ലഗിലൂടെ ഹൈഡ്രോമീറ്ററിൻ്റെ മൂക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് മുക്കുക. ഹൈഡ്രോമീറ്ററിൻ്റെ മൂക്ക് ഇലക്ട്രോലൈറ്റിൽ മുങ്ങിയെന്ന് ഉറപ്പാക്കുക. ഹൈഡ്രോമീറ്ററിൻ്റെ മുകളിലുള്ള റബ്ബർ ബൾബ് അമർത്തി ഇലക്ട്രോലൈറ്റിനെ ഹൈഡ്രോമീറ്ററിലേക്ക് വരയ്ക്കാൻ ബൾബ് വിടുക. ഇലക്ട്രോലൈറ്റ് ലായനി ബൾബിലേക്ക് പോകരുത്. ഇലക്ട്രോലൈറ്റ് ലായനി മധ്യത്തിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കുക. ഹൈഡ്രോമീറ്ററിലെ ലെവൽ ശ്രദ്ധിക്കുകയും ടാബുലേഷനിലെ ആദ്യത്തെ കോളത്തിൽ എഴുതുകയും ചെയ്യുക. തുടർന്ന് എല്ലാ സെല്ലുകളിലും സമാനമായ പ്രൊസീജിയർ ആവർത്തിക്കുകയും അവയുടെ റീഡിംഗ് ടാബുലേഷനിൽ എഴുതുകയും ചെയ്യുക. മുകളിലുള്ള റീഡിംഗ് 25 പോയിന്റിൽ കൂടുതൽ വ്യത്യാസപ്പെടരുത്. ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ആസിഡിൽ നിന്ന് നിങ്ങളുടെ കൈകളും വസ്ത്രങ്ങളും സംരക്ഷിക്കുക. ബാറ്ററി റീചാർജ് ചെയ്യാൻ കഴിയുമോ അതോ മോശം അവസ്ഥയിലാണോ, അത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടോ എന്ന് അന്തിമമാക്കുന്നതിന് നിർമ്മാതാവിൻ്റെ സവിശേഷതകളുമായി താരതമ്യം ചെയ്യുക. പരിശോധിച്ച ശേഷം വെൻറ്റ് ദ്വാരങ്ങൾ വൃത്തിയാക്കുകയും വെൻറ്റ് പ്ലഗുകൾ ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. ബാറ്ററി ടെർമിനലുകളിൽ കുറച്ച് പെട്രോളിയം ജെല്ലി പുരട്ടുക. വാഹനത്തിൽ ബാറ്ററി അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക. മൗണ്ടിൻ ക്ലാമ്പ് നട്ട്സ് ടൈറ്റ് ചെയ്യുക. ആദ്യം പോസിറ്റീവ് ടെർമിനൽ ടൈറ്റ് ചെയ്യുക. തുടർന്ന് ടെർമിനലിലേക്ക് നെഗറ്റീവ് അറ്റം ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രൗണ്ട് കേബിൾ വിച്ഛേദിച്ച് ബാറ്ററി മതിയായ കറണ്ട് നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ബാറ്ററി ടെസ്റ്റിംഗ് നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് ഈ വിഷയം സമ്മറൈസ് ചെയ്യാം. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ പരിശോധിക്കാം